പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. പ്രാർത്ഥനയ്ക്കുത്തരം നൽകുന്നോനെ, നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ. സ്വർഗീയാനുഗ്രഹവന്മാരത്തിൽ വാതിൽ തുറക്കണമേ. സ്വർഗീയാനുഗ്രഹവന്മാരത്തിൽ വാതിൽ തുറക്കണമേ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. ഒരു ചിന്ത യോഹന്നാൻ്റെ 1 യോഹന്നാൻ 3:18 ആസ്പദമാക്കി ചില വാക്കുകൾ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും സഭയിലെ സാധുവായ വിശ്വാസി രോഗിയായി കിടപ്പിലായി. 5-8 അംഗങ്ങളുണ്ടായിരുന്ന ആ കുടുംബം പട്ടിണിയിലായി. വിവരമറിഞ്ഞ പാസ്റ്റർ ആ വീട്ടിൽ 3 ദിവസം പ്രാർത്ഥന ക്രമീകരിച്ചു. ആ മനുഷ്യൻ്റെ സൗഖ്യത്തിനും ഭവനത്തിൻ്റെ ഉദ്ധാരണത്തിനുമായി അവർ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. 3-ാം ദിവസം അവർ എരിവോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ കതകിൽ മുട്ടി വിളിച്ചു. കതവ് തുറന്നപ്പോൾ ഒരു യുവാവിനെയാണ് കണ്ടത്. യുവാവ് പാസ്റ്ററോട് പറഞ്ഞു, എൻ്റെ പപ്പ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വരികയില്ല, എന്നാൽ പപ്പായുടെ പ്രാർത്ഥന കൊടുത്തയച്ചിട്ടുണ്ട്, അതാ ആ വണ്ടിയിലുണ്ട്. സമീപത്ത് കിടന്ന ഉന്തുവണ്ടി ചൂണ്ടിക്കാണിച്ചിട്ട് അതിലുണ്ടായിരുന്ന സാധനങ്ങൾ ഇറക്കി വെച്ചു. ആ കുടുംബത്തിന് ചില ആഴ്ചകളിലേക്കുള്ള ഭക്ഷണ സാധനങ്ങളായിരുന്നു ആ വണ്ടിയിൽ. കുഞ്ഞുങ്ങളെ, നാം വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കുക. ഇക്കാലങ്ങളിൽ പലരും പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയുടെ മാഹാത്മ്യം തിരിച്ചറിയാതെയാണ്. ഒരു റോബോട്ട് ചലിക്കുന്ന പോലെ പ്രാർത്ഥനകളുടെ അതരചർമ്മണം മാത്രമേ നടക്കുന്നുള്ളൂ. വിശ്വാസമില്ലാത്ത വിശ്വാസികളായി ആത്മീയ ലോകം അധപ്പതിച്ചിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ മാതാപിതാക്കൾ കണ്ണുനീരോടും അഭയാദിനോടും കൂടി ദൈവസന്നിധിയിൽ കഴിച്ചിട്ടുള്ള പ്രാർത്ഥനകളെ ദൈവം നിരസിച്ചിരുന്നില്ല. എന്നാൽ പിൻതലമുറക്കാർക്ക് അതിൻ്റെ വീര്യം നഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് ഫലം കാണാതെ പോവുകയും പിന്നത്തേതിൽ ദൈവത്തിലുള്ള ആശ്രയം കുറഞ്ഞു പോവുകയും ചെയ്യാറുണ്ട്. പരിണിത ഫലമായി ആത്മീയ മൂല്യച്യുതികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ദൈവിക ഉപദേശങ്ങളിൽ മായം കലർത്തി മെഗാ ചർച്ചുകളാക്കുവാനുള്ള തത്രപ്പാടുകൾ നടക്കുന്നതിനാൽ ദൈവവും മൗനം ദീക്ഷിച്ചിരിക്കുകയാണ്. മലാക്കി പ്രവാചകൻ്റെ ശേഷം 400 വർഷം ഇരുളടഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു ഇന്റർ ടെസ്റ്റാമെൻ്റ് പീരീഡ് എന്നറിയപ്പെടുന്നു. അതിനുള്ള കാരണം ജനം ദൈവത്തിൽ നിന്ന് അകലം പ്രാപിച്ചതിനാൽ ദൈവവും മനുഷ്യനുമായി അകലം പ്രാപിച്ചു. മനുഷ്യൻ തങ്ങൾക്ക് ബോധിച്ച പോലെ ജീവിതം നയിച്ചു. പ്രവാചക ശബ്ദങ്ങൾ ഇല്ലാതെയായി. ദൂതന്മാരിൽ കൂടെയോ ദൈവം നേരിട്ടോ ഉള്ള ഇടപാടുകൾ ഇല്ലാതെയായി. തൽഫലമായി 400 വർഷങ്ങൾക്ക് ഇടയിൽ അനേകം സംഭവ വികാസങ്ങളുണ്ടായി. ദൈവത്താൽ നയിക്കപ്പെട്ട ജനങ്ങൾ ജാതികൾക്ക് കീഴടങ്ങി. പേർഷ്യ, ഗ്രീസ്, മക്കാബിയർ, റോമൻ എന്നീ രാജ്യങ്ങൾ ജനത്തെ ഭരിച്ചു. മതപരമായും രാഷ്ട്രീയപരമായും പലവിധത്തിലുള്ള ഉപദേശങ്ങളും നിയന്ത്രണങ്ങളും ഉടലെടുത്തു. ഇസ്രായേലിന് അംഗീകൃത പ്രവാചകന്മാരോ ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകളോ ഇല്ലാത്തതിനാൽ നിശബ്ദ വർഷങ്ങൾ എന്നും വിളിക്കുന്നതിന്. ഈ കാലഘട്ടത്തിലാണ്
കാനോനിക്കൽ പുസ്തകങ്ങളും അപ്പോക്രിഫയും എഴുതപ്പെട്ടത്. ഈ 400 വർഷങ്ങൾക്കിടയിൽ രാഷ്ട്രീയ, സാംസ്കാരിക, മതപരമായ മാറ്റങ്ങൾ യഹൂദന്മാർ അനുഭവിക്കേണ്ടി വന്നു. പേർഷ്യൻ ഭരണത്തിന് കീഴിൽ യഹൂദന്മാർ നിശബ്ദമായി ജീവിച്ചു. ഗ്രീക്ക് ഭരണത്തിന് കീഴിൽ യഹൂദന്മാരുടെ ഇടയിൽ ഗ്രീക്ക് ഭാഷയും അതോടൊപ്പം പഴയ നിയമം ഗ്രീക്കിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ചെയ്തു. മക്കാബിയരുടെ കാലത്ത് യഹൂദന്മാരുടെ ആരാധനാലയങ്ങൾ അശുദ്ധമാക്കിയ സെലൂഡിയസ് സാമ്രാജ്യത്തിനെതിരെ യഹൂദന്മാർ വിജയിച്ചു. ഇതുമൂലം ഹാസ്മോണിയൻ രാജവംശത്തിന് കീഴിൽ ജൂത സ്വാതന്ത്ര്യത്തിൻ്റെ ചുരുങ്ങിയ കാലഘട്ടം ഉണ്ടായിരുന്നു. തുടർന്ന് റോമൻ ഭരണത്തോടുകൂടെ ഈ പ്രദേശങ്ങൾ അവർ കീഴടക്കി. ഹെരോദാവിനെ പോലുള്ള രാജാക്കന്മാരെ വാഴിക്കുകയും സുവിശേഷങ്ങൾക്കും ഭൗമിക രാഷ്ട്രീയ രംഗം ഒരുക്കുകയും ചെയ്തു. തൽഫലമായി ഇസ്രയേലിന് പുറത്തുള്ള ജൂത പ്രവാസികളുടെ എണ്ണം വർദ്ധിച്ചു. നിരവധി യഹൂദന്മാർ അവരുടെ ആരാധനാ രീതികളിൽ നിന്നും ഒറ്റപ്പെട്ടതിനാൽ മതപരമായ ജീവിതം പ്രാദേശിക സിനഗോഗുകളിലേക്കും തോറയുടെ ആഴത്തിലേക്കുള്ള പഠനത്തിലേക്കും മാറി. ഈ സമയത്താണ് പുതിയ മതരാഷ്ട്രീയ ഗ്രൂപ്പുകൾ ഉയർന്നു വന്നത്, പ്രത്യേകിച്ച് പരീശന്മാരും സദൂക്യരും. പ്രിയ ശ്രോതാക്കളെ, നാം ദൈവത്തോട് എത്രത്തോളം അടുത്തു ചെല്ലുന്നുവോ അത്രത്തോളം ദൈവം നമ്മോട് അടുത്ത് വരും. ആ ദൈവിക സാമീപ്യത്തിൽ നമ്മുടെ ആത്മീയ കുറവുകളെ കണ്ട് ഉണരുവാനും നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനും ദൈവത്തെ ആഴമായി വിശ്വസിക്കുവാനോടൊപ്പം തന്നെ ഏത് ആവശ്യങ്ങളെയും ദൈവം മുൻപാകെ സമർപ്പിച്ച് ഏൽപ്പിക്കുമോ ദൈവം തക്ക സമയത്ത് മറുപടി നൽകി നമ്മെ ജയത്തോട് നടത്തും. നമ്മുടെ നായകൻ ജയാളിയാണ്. തോൽവി എന്നത് ദൈവത്തിൻ്റെ നിഘണ്ടുവിലില്ല. ആകയാൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് ഏവരെയും ഈ ചിന്തയാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.